ബിസിനസ്സിൽ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് സ്ട്രാറ്റജി എന്നുള്ളത്. ഈ സ്ട്രാറ്റജിയെ നമ്മൾ 4 രീതിയിൽ തന്നെ ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു 4 ടൈപ്പ് ഓഫ് സ്ട്രാറ്റജി. ഒന്നാമത്തത് നെറ്റ്വർക്ക് സ്ട്രാറ്റജിയാണ്, അതായത് അലയൻസസ് ആൻഡ് പാർട്ണർഷിപ്പ്. ഉദ്ദേശിക്കുന്നത് എക്സ്റ്റേണൽ കൊളാബറേഷൻ. നമ്മുടെ ഒരു ബിസിനസ്സിലേക്ക് പുറത്തു നിന്നുള്ള വേറെ ബന്ധങ്ങളെ എങ്ങനെ കൊണ്ടുവരാം, നമ്മുടെ റിലേഷൻഷിപ്പുകൾ, നമ്മുടെ ഇക്കോ സിസ്റ്റം അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ അകത്ത് സ്ട്രാറ്റജിക്കലായിട്ടുള്ള അലയൻസുകൾ കൊണ്ടുവന്ന് നമ്മുടെ കമ്പനിയെ വേറെ കമ്പനികളുമായിട്ട് കണക്ട് ചെയ്ത് എങ്ങനെ വളർച്ചയിലെത്തിക്കാം. ആ ഒരു എക്സ്റ്റേണൽ കൊളാബറേഷനാണ് നെറ്റ്വർക്ക് സ്ട്രാറ്റജി. കോർപ്പറേറ്റ് സ്ട്രാറ്റജി എന്ന് പറയുമ്പോഴോ അതൊരു പോർട്ട്ഫോളിയോ മാനേജ്മെൻ്റ് ആണ്. നമ്മുടെ കമ്പനിക്കകത്ത് തന്നെ പല വേറെ സബ്സിഡിയറി കമ്പനികളൊക്കെ ഉണ്ടാവും. ഇതിനെ, അതായത് ഒരു മൾട്ടി ബിസിനസ് എന്നുള്ള രൂപത്തിൽ നമുക്ക് പല ബിസിനസ് ഉണ്ടെങ്കിൽ അതിനെല്ലാം കണക്ട് ചെയ്തുകൊണ്ട് എങ്ങനെ വളർച്ച കൊണ്ടുവരാം, പല യൂണിറ്റുകൾ, പല ഫാക്ടറികൾ, ഇതിനെയൊക്കെ ഒരുമിച്ച് നിന്ന് വളർത്താൻ കോർപ്പറേറ്റ് സ്ട്രാറ്റജി. ബിസിനസ് സ്ട്രാറ്റജി എന്ന് പറയുമ്പോഴോ ഇതൊരു ബിസിനസ് അഥവാ ഓപ്പറേറ്റിംഗ് യൂണിറ്റിൻ്റെ സ്ട്രാറ്റജിയാണ്. അതായത് മാർക്കറ്റ് കോമ്പറ്റിറ്റീവ്നെസ് നേടാൻ എന്ത് ചെയ്യണം, അതായത് നമ്മുടെ ബിസിനസ്സിൻ്റെ അകത്ത് HR, ഓപ്പറേഷൻസ്, മാർക്കറ്റിംഗ്, ഫിനാൻസ്, ഇങ്ങനെ ഓരോ ഏരിയകളിലും എന്തൊക്കെ അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ എന്തൊക്കെ ഗ്രോത്ത് പ്ലാനുകൾ കൊണ്ടുവന്ന് ശക്തമായി വളരാം. ഇതാണ് ബിസിനസ് സ്ട്രാറ്റജി. നാലാമത്തത് ഫങ്ഷണൽ സ്ട്രാറ്റജി. അതായത് ഒരു ഫങ്ഷണൽ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഡേ ടു ഡേ എക്സിക്യൂഷന് വേണ്ടിയിട്ട്, ഉദാഹരണത്തിന് മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഒരു ഏരിയ ബ്രാൻഡിങ്, പ്രൊഡക്റ്റ് മാനേജ്മെൻറ്റ്, സെയിൽസ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ, ഇതെങ്ങനെ മികച്ചതാക്കാം. അപ്പോൾ അവിടെ ഫങ്ഷണൽ സ്ട്രാറ്റജിയാണ് വേണ്ടത്. ഞാനിത് ഉദ്ദേശിച്ച കാര്യം ഇതാണ്, വ്യക്തമായി ഇതിൽ ഏത് ഏരിയ ആണ് വേണ്ടതെന്ന് കണ്ടെത്തിയിട്ട് അതിന് വേണ്ട സ്ട്രാറ്റജിയാണ് ഡെവലപ്പ് ചെയ്യേണ്ടത്. ചിലപ്പോൾ ബിസിനസ്സിൽ ആവശ്യം ഫങ്ഷണൽ സ്ട്രാറ്റജി ആയിരിക്കും, ചിലപ്പോൾ ബിസിനസ് സ്ട്രാറ്റജി ആയിരിക്കും. വലിയ കമ്പനികളാണെങ്കിൽ അവിടെ കോർപ്പറേറ്റ് സ്ട്രാറ്റജി, അതുക്ക് മേലെ ഇനിയും കൂടുതൽ ആളുകളുമായി കണക്ട് ചെയ്ത് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുമ്പോൾ നെറ്റ്വർക്ക് സ്ട്രാറ്റജി. സ്ട്രാറ്റജി മനസ്സിലാക്കി വളർച്ചയ്ക്ക് പ്ലാൻ ചെയ്യുക. താങ്ക് യു.